നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളെല്ലാവരുടെ കാര്യവും നോക്കും. എല്ലാവരുടെ കാര്യങ്ങളും ആവശ്യങ്ങളും അറിഞ്ഞോർത്ത് ചെയ്യും. എന്തൊക്കെ പ്രശ്നം വന്നാലും നിങ്ങൾ സ്ട്രോങ് ആയിരിക്കും. പക്ഷേ നിങ്ങളുടെ കാര്യത്തിലോ നിങ്ങൾ നിങ്ങളോട് എങ്ങനെ പറയും? അഡ്ജസ്റ്റ് ചെയ്യണം, സ്ട്രോങ് ആണ് ഞാൻ, ഡോണ്ട് കംപ്ലെയിൻ. പക്ഷേ ഉള്ളിൽ എന്തോ വിഷമം, ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ, ഗിൽറ്റ് ഒക്കെ. ചിലപ്പോൾ എന്തിനാണെന്നറിയാതെ കരയും. ഇത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ എപ്പിസോഡിൽ ലളിതാ സഹസ്രനാമത്തിലെ ഒരു നാമം, അതിൻ്റെ സൈക്കോളജിക്കൽ മീനിങ്, അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കാമെന്നും പറയുന്നുണ്ട്. ആചാരങ്ങളില്ല, ഓർക്കാൻ ഫിലോസഫി ഇല്ല, നിത്യജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ നാമം ശ്രീമാത. ശ്രീമാത, അമ്മ. സൈക്കോളജിക്കലി ഈ നാമം നിങ്ങളുടെ പുറത്തുള്ള ആളെ പറ്റിയല്ല. ഇത് നിങ്ങളോട് വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ചാണ്. ഒരുപാട് പേർ അവരോട് തന്നെ വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. എല്ലാ മനുഷ്യർക്കും ഒരു ഇന്നർ വോയിസ് ഉണ്ട്. ഇത് ചെയ്തേ പറ്റുള്ളൂ, വീക്കാകരുത്, എല്ലാവരും നിങ്ങളെക്കാൾ കൂടുതൽ അധ്വാനിക്കുന്നു. ഈ ഇന്നർ പ്രഷർ ക്രിയേറ്റ് ചെയ്ത ആൻസൈറ്റി, സെൽഫ് ബ്ലെയിം, ഇമോഷണൽ എക്സോഷൻ ആകും. ശ്രീമാത എന്ന് പറയുന്നത് നമ്മളെ താലോലിക്കുന്ന ഒരു ഇന്നർ വോയിസാണ്. ഒരു കണ്ടീഷനും ഇല്ലാതെ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വോയിസ്. അത് നമുക്ക് പ്രഷറിന് പകരം സേഫ്റ്റി തരും. മെൻ്റൽ ഹെൽത്തിൻ്റെ ഫൗണ്ടേഷൻ ആ സേഫ്റ്റിയാണ്. മിക്ക ആൾക്കാരും എക്സോസ്റ്റഡ് ആകുമ്പോൾ വീണ്ടും പുഷ് ചെയ്യും. തെറ്റ് പറ്റുമ്പോൾ അവർ സ്വയം പറയും, ഞാൻ എന്താ ചെയ്തേ? അങ്ങനെ പതുക്കെ അവർ സ്വയം വിശ്വസിച്ച് തുടങ്ങും. നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്നതനുസരിച്ചാണ് എന്ന്. ഒരു മനുഷ്യർക്കും കോൺസ്റ്റൻറ്റ് പ്രഷറിലൂടെ ഹീൽ ചെയ്യാൻ പറ്റില്ല. ഒരു കുട്ടി സ്ട്രോങ് ആയി വളരണമെങ്കിൽ ആ കുട്ടിക്ക് ആദ്യം സേഫായിട്ട് ഫീൽ ചെയ്യണം. ശ്രീമാത എന്ന നാമം ഇതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങൾ ശ്രീമാത നിത്യജീവിതത്തിൽ ഉപയോഗിക്കുക? വെരി സിംപ്ലി, സ്റ്റോപ്പ് അബാൻഡനിങ് യുവർ സെൽഫ് ഇമോഷണലി. നിങ്ങൾക്ക് തെറ്റ് പറ്റുമ്പോൾ നിങ്ങൾ നിങ്ങളോട് പറയാം, ഇറ്റ്സ് ഓക്കെ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന്. നിങ്ങൾക്ക് എന്ത് ഫീലിംഗ് ആണോ അതിനെ ഫൈറ്റ് ചെയ്യുന്നതിന് പകരം ഒരു പോസ്. ആ പോസ് നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തിന് ഒരു മെസ്സേജ് കൊടുക്കും, ഐ ആം സേഫ്. ബോഡി സേഫായി ഫീൽ ചെയ്യുമ്പോൾ ക്ലാരിറ്റിയും സ്ട്രെങ്ത്തും പതുക്കെ തിരിച്ചെത്തും. ഒരു സിമ്പിൾ ഡെയിലി പ്രാക്ടീസ്. ദിവസത്തിലൊരിക്കൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കൂ, ഇപ്പം എനിക്ക് എന്താ ആവശ്യമെന്ന്. മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി. റെസ്റ്റ്, സൈലൻസ്, റീഅഷുറൻസ്. ഗിൽറ്റില്ലാതെ നിങ്ങൾക്ക് തന്നെ ഒരു ചെറിയ കൈൻഡ്നസ് കൊടുക്കുക. ഇതാണ് ശ്രീമാത ഇൻ ആക്ഷൻ. ശ്രീമാത എന്താ നമ്മളെ ഇപ്പോൾ പഠിപ്പിക്കണേ? ശക്തരാകുന്നതിന് മുമ്പ് കരുണ വേണം നമ്മളോട് തന്നെ. ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരുത്താൻ പോകുന്നതിന് മുൻപ് നമുക്ക് ഇന്നർ സേഫ്റ്റി ഉണ്ടാവണം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ശ്രീ മഹാരാജ്ഞി എന്ന നാമത്തെക്കുറിച്ച്. സംടൈംസ് ജെന്റിൽനെസ് ഇസ് ദ റിയൽ ബിഗിനിങ്.